വിഷമത്തിലാണ്. പലരും വിളിച്ചിട്ടുണ്ട്, എന്നോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാലിൽ മുറിവന്ന് നീര് വന്ന് ഇങ്ങോട്ട് വരാൻ കഴിയാതെ വിഷമത്തോടെ വീട്ടിലിരിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. പ്രായമുള്ള ഉമ്മമാര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേരൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനം ദുആ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. എല്ലാ രോഗങ്ങൾക്കും ഇന്ന് ക്യാഷ് മുന്നിലുണ്ടോ? ട്രീറ്റ്മെന്റ് ഉണ്ട്. എത്ര ആളുകളാണ്. നാവിന് ക്യാൻസർ വന്ന ഒരു സഹോദരി, ഒരു ഉമ്മ, ഈ ഡിസംബർ മാസത്തിൽ ഞാൻ അന്തമാൻ ദ്വീപിൽ പോയപ്പോ ഒരു ഉമ്മ മുമ്പ് നാവിൽ ക്യാൻസർ വന്ന് ആ ഭാഗം ചെത്തിക്കളഞ്ഞ് ട്രീറ്റ്മെന്റ് നടത്തി. വല്ലാത്ത മാറ്റമുണ്ട്. ഇപ്പോൾ ഞാൻ പോയപ്പോ എന്നോട് സംസാരിക്കുമ്പോ ഒരല്പാൽപമായി സംസാരം മനസ്സിലായി വരുന്നുണ്ട്. വല്ലാത്ത വിഷമം തോന്നി. അല്ലാഹു പൂർണ്ണ ശിഫ കൊടുക്കട്ടെ. രോഗങ്ങൾക്കെല്ലാം ശിഫയുണ്ട്. പക്ഷേ ഈമാനുള്ളവരെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ, നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത് എന്റെ മരണസമയം എന്താകുമല്ലോ, എന്റെ മരണം എന്താകുമല്ലോ, ഈ പേടിയാണ്. അതുകൊണ്ടാ മഹാന്മാര് പാടിയത്, മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന, ഗൗസുൽ അളമിൻ തുണ റബ്ബന, നബി തങ്ങളാൽ തുണ റബ്ബന. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു വലിയ ദർസ് നടത്തുന്ന വലിയ മുദരിസിനെ കണ്ടു. പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും. ആയിരക്കണക്കിന് ശിഷ്യന്മാരും അതുപോലെ ശിഷ്യന്മാരൊക്കെ ഉണ്ട് ആ ഉസ്താദിന്. അയാളത്ര വലിയ ഭാഗ്യവാനാണ്. നല്ല വഅദ് പറയുന്ന, ദർസ് നടത്തുന്ന നല്ലൊരു ഉസ്താദ്. മുതഅല്ലിമീങ്ങളായ ഞങ്ങൾ 3 പേര് യാദൃശികമായി അവിടെ എത്തിയതാണ്. ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. അവസാനം ഉസ്താദെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു ഉസ്താദിനോട് ദുആ ചെയ്യിപ്പിച്ച് കൈപിടിച്ച് അവിടുന്ന് പിരിയുമ്പോ ഞങ്ങളെ 3 പേരുടെയും കൈ അമർത്തിപ്പിടിച്ച് ഈ വലിയ ആലിമ്, ആയിരക്കണക്കിന് പണ്ഡിതധാരികളായ ബിരുദധാരികളായ പണ്ഡിതന്മാര് ശിഷ്യന്മാരുള്ള ആ വലിയ ആലിമ് സുബ്ഹാനല്ലാഹ് മുതഅല്ലിമീങ്ങളായ ഞങ്ങളോട് പറഞ്ഞതെന്താണെന്നറിയോ? ഇങ്ങനെ ദർസ് ഓതിക്കൊടുക്കുന്നൊക്കെ ഉണ്ട്, അങ്ങനെ ദീനിന്റെ ഖിദ്മത്തൊക്കെ ഉണ്ട്. എന്നാലും മക്കളെ പേടിയാണ്. ആഖിബത്ത് നന്നാവാൻ ദ്വാരക്കണേ. ഞമ്മക്കെവിടെ പേടി അല്ലേ? നമുക്കിത് പറയുമ്പോ കേൾക്കുമ്പോ എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്ന്, അല്ലാ ഞാനൊരു നാൾ ഇവിടെ പറയും, എന്റെ ആത്മാവിനെ അസ്മായിൽ ഒരു നാള് പിടിക്കും. എത്ര ആളുകൾ മരിച്ചുപോയി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളിവിടെ വയല് പറയുന്നതെങ്കിൽ നമ്മുടെ പാലത്തിങ്ങൽ ചെറിയോങ്കാക്ക അവിടെ ഇരുന്ന് നമ്മുടെ വയല് കേൾക്കുമായിരുന്നു. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഇപ്പുറത്ത് ഉണ്ണിയുംകുട്ടിയാക്ക കേൾക്കുമായിരുന്നു, മരണപ്പെട്ടു സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അവരുടെ ആണ്ടിന്റെ മാസമാണ് ഈ മാസം, റജബ് മാസം. റജബ് 4-നാണ് എന്റെയും